കൊല്ലം ജില്ലയിലെ ചാത്തന്നൂരിനടുത്തുള്ള കല്ലുവാതുക്കൽ ഗ്രാമത്തിന്റെ യശസ്സാണ് ഇന്ന് സമുദ്രതീരം മതേതര വയോജന കേന്ദ്രമെന്ന കൂട്ടുകുടുംബം. സമുദ്രതീരം എന്ന ക്ഷേമസ്ഥാപനം തുടങ്ങിയിട്ട് ഏകദേശം 3 വർഷമാകാൻ പോകുന്നുണ്ട്. താമസക്കാരായിട്ടുള്ള അച്ഛന്മാരെ, അമ്മമാരെ എല്ലാവരെയും നല്ല രീതിയിലാണ് സംരക്ഷിക്കുന്നത്. വളരെ നല്ല ഭംഗിയായും വൃത്തിയായും തന്നെയാണ് ആഹാരം കഴിക്കുന്ന സ്ഥലമായാലും ഡോർമെട്രി ആയാലും ഇവിടെ ആയാലും നല്ല ഭംഗിയായ രീതിയിലും വൃത്തിയായിട്ടും തന്നെയാണ് കീപ്പ് ചെയ്തിരിക്കുന്നത്. അതിൽ വളരെ സന്തോഷം. പ്രത്യേക അഭിനന്ദനം. 2023-24 സാമ്പത്തിക വർഷത്തിൽ കൊല്ലം ജില്ലാ പഞ്ചായത്ത് നടപ്പിലാക്കുന്ന പദ്ധതിയാണ് ക്ഷേമസ്ഥാപനങ്ങളിലെ അമ്മമാർക്കും അച്ഛന്മാർക്കും വേണ്ടിയിട്ട് ഡ്രസ്സ് നൽകുന്നത്. അത് മൊത്തം 25 ലക്ഷം രൂപയാണ് ജില്ലാ പഞ്ചായത്ത് വച്ചിട്ടുള്ളത്. അതിൽ 1ാം ഘട്ടമായിട്ട് നമ്മൾ ഉദ്ഘാടന സമിതിയിൽ വെച്ച് ബഹുമാനപ്പെട്ട ജില്ലാ പഞ്ചായത്ത് പ്രസിഡൻറ്റ് ഡോക്ടർ ഗോപകുമാർ സാറ് ഉദ്ഘാടനം ചെയ്യുകയുണ്ടായി. അനിൽ കല്ലേരി സാറ് ധനകാര്യക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ഉൾപ്പെടെ ഒത്തിരി അംഗങ്ങൾ പങ്കെടുത്തിരുന്നു. അതിൻ്റെ 2ാം ഘട്ടം എന്ന നിലയിലാണ് ഇന്നിപ്പം നമ്മൾ ഇവിടെ വെച്ച് ഈ വസ്ത്രവിതരണം നടത്തുന്നത്. കൊല്ലം ജില്ലാ പഞ്ചായത്തും സാമൂഹിക നീതി വകുപ്പും സംയുക്തമായി ചേർന്ന് കൊല്ലം ജില്ലയിലെ വൃദ്ധസദനങ്ങളിലെ താമസക്കാർക്ക് വസ്ത്രം വിതരണം ചെയ്യുന്ന ചടങ്ങ് സമുദ്രതീരം ഓൾഡ് ഏജ് ഹോമിൻ്റെ അങ്കണത്തിൽ നടന്നു. കൊല്ലം ജില്ലയിലെ ഓർഫനേജ് കൺട്രോൾ ബോർഡിൻ്റെ കൗൺസിലറാണ്. എൻ്റെ പേര് സിസ്റ്റർ സംഗീത. 10 വർഷമായിട്ട് ഈ മേഖലയിൽ പ്രവർത്തിക്കാനുള്ളൊരു ഭാഗ്യം എനിക്ക് ലഭിച്ചു. അപ്പം ഞങ്ങളുടെ ഓഫീസ് കൊല്ലത്തെ സാമൂഹ്യനീതി ഓഫീസാണ്. അവിടെയുള്ള ജില്ലാ ഓഫീസിൻ്റെ പൂർണ്ണമായ പിന്തുണയും സഹകരണവും ഞങ്ങൾക്ക് വലിയൊരു മുതൽക്കൂട്ടാണ്. ഞങ്ങളുടെ സേവനം എന്ന് പറഞ്ഞാൽ ഈ സ്ഥാപനങ്ങൾ ഏകദേശം 27ഓളം വൃദ്ധസദനങ്ങളുണ്ട്. അതുപോലെ 8ഓളം മാനസിക രോഗികളുടെ സ്ഥാപനങ്ങളും അതുപോലെ ശാരീരികമായ വൈകല്യമുള്ളവരുടെ 7 സ്ഥാപനങ്ങൾ, അങ്ങനെ പല സ്ഥാപനങ്ങളിൽ ഒരുമിച്ചാണ് പ്രവർത്തിക്കുക. അപ്പം ഞങ്ങൾ ജോലി എന്ന് പറഞ്ഞാൽ ഈ സ്ഥാപനങ്ങളിൽ പോവുക, അവർക്ക് വേണ്ട കൗൺസിലിംഗ് നൽകുക, അതോട് ബന്ധപ്പെട്ട പല സേവനങ്ങളും കാഴ്ചവെക്കേണ്ടതായിട്ടുണ്ട്. ഞാൻ ഒരു 3 വർഷത്തോളമായി സമുദ്രതീരം എന്ന ഈ സ്ഥാപനത്തിലേക്ക് കടന്നു വന്നിട്ട്, കാരണം എപ്പോൾ കടന്നു വന്നാലും വളരെ സന്തോഷത്തോടെ സ്നേഹത്തോടെ സ്വീകരിക്കുന്നൊരു സ്ഥാപനമാണ് സമുദ്രതീരം. എന്നെ മാത്രമല്ല, ഇവിടേക്ക് നമ്മൾ കടത്തിവിടുന്ന എല്ലാ അച്ഛനമ്മമാരെയും 2 കൈ നീട്ടി അവർ സ്വീകരിക്കും. നമ്മൾ ഒരു പ്രാവശ്യം വിളിച്ചു ചോദിക്കും, ഇവിടെ സ്ഥലമുണ്ടോ, ഒരു വൃദ്ധനായ അച്ഛനെ കിട്ടിയിട്ടുണ്ട്, കൊണ്ട് പാർപ്പിക്കാൻ പറ്റുമോ. അപ്പം ഒരിക്കലും ഒരു നോ പറയില്ല. കൊണ്ടുപോകാൻ സിസ്റ്റം നമുക്ക് താമസിപ്പിക്കാം. അവർക്ക് ചുമ്മാ താമസിപ്പിക്കുക മാത്രമല്ല, അവർക്ക് മാനസികവും ശാരീരികവും ആത്മീയവുമായ എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുക്കുന്നുണ്ട്. എപ്പോഴും ഇവിടെ കടന്നു വരുമ്പോഴും ഒരു പല തരത്തിലുള്ള തെറാപ്പി അപ്രോച്ച് കൊടുക്കുന്നുണ്ട്. മ്യൂസിക് തെറാപ്പി, ഓക്യുപ്പേഷൻ തെറാപ്പി, അങ്ങനെ ലാഫിംഗ് തെറാപ്പി, അങ്ങനെ പലതും ഞാൻ കാണാനിടയായിട്ടുണ്ട്. അപ്പം ഇവിടെ ചുമ്മാ ഒരു വൃദ്ധസദനം എന്നതിനേക്കാൾ ഉപരി അവർക്ക് എല്ലാ ലെവലിലും അവർ ഉയർത്തിക്കൊണ്ടുവരാൻ വേണ്ട ഒരു പൂർണ്ണമായൊരു പിന്തുണ ഈ സ്ഥാപന അധികാരികൾ കൊടുക്കുന്നുണ്ട്. അവർക്കൊരു ഭവനം പോലെയാണിത്. അതായത് ഇവരോടൊപ്പം തന്നെ താമസിക്കുകയാണ്. ഇവരെ മാറ്റി നിർത്തുന്നില്ല. അവരിൽ ഒരാളായിട്ട് സ്ഥാപന അധികാരികളും അവരുടെ എല്ലാ അംഗങ്ങളും ഇവിടെ താമസിച്ചുകൊണ്ടാണ് പ്രവർത്തിക്കുന്നത്. അതുകൊണ്ട് അവർക്ക് വേണ്ട എല്ലാ ഹെൽപ്പുകളും ഇവർ ചെയ്യുന്നുണ്ട്. അതുപോലെ ഇവിടെ നിൽക്കുന്നവർ ഞാൻ സംസാരിക്കുമ്പോഴൊക്കെ ഒത്തിരി സന്തോഷത്തോടെയാണ് പറയുന്നത്. കാരണം ഒരു ഒറ്റപ്പെട്ടൊരു അവസ്ഥ അവർക്ക് തോന്നാറില്ല. അവരും ഇവിടുത്തെ താമസക്കാരും ജോലിക്കാരും എല്ലാവരും കൂടെ ഒത്തൊരുമിച്ചാണ് പ്രവർത്തിക്കുന്നത്. അതുകൊണ്ട് വളരെ സന്തോഷമുണ്ട്. ഇവിടെയുള്ള മറ്റുള്ള സ്ഥാപനങ്ങൾക്കൊരു മാതൃകയാണ്, ഒരു അഭിമാനമാണ് സമുദ്രതീരം എന്ന് എനിക്ക് പറയാൻ സാധിക്കും. സാമൂഹിക നീതി വകുപ്പ് ഓഫീസർ ശ്രീ ഹരികുമാരൻ നായർ അധ്യക്ഷസ്ഥാനം അലങ്കരിച്ചു. ജില്ലാ പഞ്ചായത്ത് മെമ്പർ ആശാദേവി ഉദ്ഘാടനം ചെയ്ത് സംസാരിച്ചു. ഏതോ ഒരു പുണ്യകർമ്മം ചെയ്യുന്ന അപ്പോൾ നമുക്ക് ലഭിക്കുന്ന മാനസിക സംതൃപ്തിയും ഒക്കെ നമുക്ക് അനുഭവപ്പെടുന്ന ഒരു മഹനീയ വേളയിലാണ് ഇന്ന് സമുദ്ര ചാരിറ്റബിൾ ട്രസ്റ്റിൻ്റെ ആഭിമുഖ്യത്തിലുള്ള നമ്മുടെ സമുദ്രതീരം ഓൾഡ് ഏജ് ഹോം ഇന്ന് സാക്ഷ്യം വഹിക്കുന്നത്. നമ്മൾ എത്ര വികസന പ്രവർത്തനങ്ങൾ ചെയ്താലും, അത് റോഡുകളുടെ നിർമ്മാണമാകട്ടെ, പാലങ്ങളുടെ നിർമ്മാണമാകട്ടെ, എന്തെല്ലാം വികസന പ്രവർത്തനങ്ങൾ ചെയ്താലും നമ്മുടെ സമൂഹത്തിലെ നമ്മളെല്ലാവർക്കും സന്തോഷവും ആനന്ദവും സമാധാനവും ഒരുപോലെ പ്രദാനം ചെയ്യണമെങ്കിൽ നമ്മുടെ ഭരണഘടനയിൽ തന്നെ ഊന്നൽ നൽകിയിട്ടുള്ള ആ ഒരു നീതി, സാമൂഹിക നീതി എന്ന് പറയുന്ന ഒന്ന് എല്ലാവരിലും അത് പ്രാവർത്തികമാകണം. തുടർന്ന് കൗൺസിലേഴ്സായ സിസ്റ്റർ സംഗീത, കൃപ, ഇത്തിക്കര ബ്ലോക്ക് മെമ്പർ ആശ, വാർഡ് മെമ്പർ അപ്പുക്കുട്ടൻ പിള്ള, വാർഡ് അംഗം അജയൻ എന്നിവർ ചടങ്ങിന് ആശംസയർപ്പിച്ചു.
എൻ്റെ പേര് കൃപ. കൊല്ലം ജില്ലയിലെ ഓർഫനേജ് കൺട്രോൾ ബോർഡിൻ്റെ കൗൺസിലറായിട്ട് പ്രവർത്തിക്കുന്നു. 27ഓളം രജിസ്ട്രേഷൻ ചെയ്തിട്ടുള്ള വൃദ്ധസദനങ്ങളാണുള്ളത്. അപ്പോൾ മാസത്തിൽ ഓരോ വൃദ്ധസദനങ്ങളിൽ പോയി അവിടുത്തെ അച്ഛന്മാരെയും അമ്മമാരെയും കണ്ട് അവരെ കേൾക്കുക ഉള്ളതാണ് പ്രധാനമായും ചെയ്യുന്നത്. ജോലി എന്നതിലുപരി അവരുടെ സന്തോഷങ്ങളിലും അവരുടെ വേദനകളിലും കൂടെ നിൽക്കുക എന്നുള്ളതാണ് എൻ്റെയും ഏറ്റവും വലിയ സന്തോഷം. സമുദ്രതീരം ഓൾഡ് ഏജ് ഹോമിൽ ഞാൻ ആദ്യമായിട്ടാണ് വരുന്നത്. ഇവിടെ വന്നപ്പോൾ തന്നെ ഒരു വീടിൻ്റെ അന്തരീക്ഷമാണ്. ഇവിടെ ഒരു 30-ലേറെ അച്ഛനമ്മമാരെ കാണാൻ കഴിഞ്ഞു. എല്ലാവരും നല്ല നീറ്റായിട്ട് ഡ്രസ്സൊക്കെ ചെയ്ത് നല്ല സന്തോഷവതികളായിട്ടാണ് ഇരിക്കുന്നത്. അതുപോലെ തന്നെ ഈ ഓൾഡ് ഏജ് ഹോമിൻ്റെ പരിസരങ്ങളെല്ലാം നല്ല നീറ്റായിട്ട് ടൈഡി ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നത് ഇവിടുത്തുള്ള അമ്മമാർക്കും അച്ഛന്മാർക്കും ഏറെ സന്തോഷകരമാണെന്ന് അവരുടെ മുഖങ്ങളിൽ നിന്ന് തന്നെ മനസ്സിലാകുന്നുണ്ട്. ഇന്ന് ഇവിടെ ജില്ലാ പഞ്ചായത്തും അതുപോലെ തന്നെ സാമൂഹിക നീതി വകുപ്പും ഒന്നിച്ചു ചേർന്നിട്ട് എല്ലാ വർഷത്തിലും നമ്മുടെ വൃദ്ധസദനങ്ങളിലെ അച്ഛനമ്മമാർക്ക് ഇതുപോലെ വസ്ത്രങ്ങൾ വിതരണം ചെയ്യുന്നുണ്ട്. അപ്പോൾ ആദ്യഘട്ടം കഴിഞ്ഞ മാസം കഴിഞ്ഞു. അച്ഛന്മാർക്കായിരുന്നു വസ്ത്രം നൽകിയിരുന്നത്. ഇന്ന് ഇവിടെ സമുദ്രതീരത്ത് വെച്ചിട്ട് നമ്മുടെ വൃദ്ധസദനങ്ങളിൽ അമ്മമാർക്കാണ് വസ്ത്രം നൽകുന്നത്. കൊല്ലം ജില്ലാ പഞ്ചായത്തും സാമൂഹിക നീതി വകുപ്പും ക്ഷേമ സ്ഥാപനങ്ങൾക്കുള്ള വസ്ത്രവിതരണത്തിൻ്റെ 2ാം ഘട്ട ഉദ്ഘാടനമാണ് ഇവിടെ നടക്കുന്നത്. ഒറ്റപ്പെട്ടു പോയ അച്ഛനമ്മമാരെ സംരക്ഷിക്കുന്ന നിരവധി സ്ഥാപനങ്ങളുണ്ട്. ഏറെയും ഇതുപോലുള്ള ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന അച്ഛനമ്മമാരാണ് അവിടെ ഉള്ളത്. അവരിൽ നിന്ന് സമുദ്രയെ വ്യത്യസ്തമാക്കുന്നത് അവർക്ക് ഒരുപാട് വിഷമങ്ങൾ ഉണ്ടെങ്കിൽ പോലും അവരുടെ വിഷമങ്ങളെയൊക്കെ മറക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരുപാട് പ്രവർത്തനങ്ങളാണ് സമുദ്രയിൽ നമ്മൾ ഓരോ ദിവസവും ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇനിയും ജില്ലാ പഞ്ചായത്തിൻ്റെയും സാമൂഹിക നീതി വകുപ്പിൻ്റെയും കൂടി ഈ വസ്ത്രങ്ങൾ മാത്രമല്ല, അവർക്ക് വേണ്ടുന്ന കുറച്ച് കാര്യങ്ങൾ കൂടി നടപ്പാക്കാനുള്ള ഇടപെടൽ ഈ ഭാഗത്തു നിന്ന് ഉണ്ടാകണമെന്നുള്ളൊരു അഭ്യർത്ഥന എനിക്കുണ്ട്. നിർത്തുന്നു. നന്ദി, നമസ്കാരം. എല്ലാവർക്കും എൻ്റെ ആശംസ നേരുന്നു. നന്ദി, നമസ്കാരം. തുടർന്ന് സമുദ്രതീരം ഡയറക്ടർ റുവൽ സിംഗ് വയോജന കേന്ദ്രത്തിന് വേണ്ടിയുള്ള വസ്ത്രങ്ങൾ ജില്ലാ പഞ്ചായത്ത് മെമ്പർ ആശാദേവിയിൽ നിന്നും സ്വീകരിച്ചു. ഓരോ ചാരിറ്റബിൾ ട്രസ്റ്റിൽ നിന്നും എത്തിയ ഭാരവാഹികൾ വസ്ത്രങ്ങൾ ഏറ്റുവാങ്ങി. സമുദ്ര ഫോക്ലോർ അക്കാദമി പ്രസിഡന്റ് അജിത് ലാൽ നന്ദി അർപ്പിച്ചു. നമുക്കറിയാം, ഇന്ന് പല യോഗങ്ങളിലും ഞാൻ സംബന്ധിക്കുമ്പോൾ കഴിഞ്ഞ 1-2 യോഗങ്ങളിലൊക്കെ പ്രിയപ്പെട്ട നൗഷാദ് എം.എൽ.എ ഉൾപ്പെടെയുള്ളവർ പങ്കെടുത്ത യോഗങ്ങളിൽ എം.എൽ.എ പറയുകയുണ്ടായി, ഇത്തരം സ്ഥാപനങ്ങൾ കൂടുതലായി ഉണ്ടാകാതിരിക്കട്ടെ എന്നാണ് എൻ്റെ ആശംസകളെന്ന്. പലപ്പോഴും സമൂഹത്തിലെ ചില പ്രശ്നങ്ങൾ, പ്രതിസന്ധികളൊക്കെ നേരിട്ട് കാണുമ്പോൾ ഞാൻ പലപ്പോഴും ആലോചിക്കാറുണ്ട്, ഇത്തരം സ്ഥാപനങ്ങൾ ഉണ്ടാവേണ്ടത് ആവശ്യകത തന്നെയാണ്. മുമ്പോട്ടുള്ള യാത്രകൾ ചെറുപ്പക്കാരായാലും മക്കളായാലും ഒക്കെ അവരുടെ തിരക്കുകൾക്കിടയിൽ അച്ഛനമ്മമാരെ നോക്കാത്ത ചില സാഹചര്യങ്ങൾ